അതായത് എക്സാമിനോടുള്ള ടെൻഷനോ കാര്യങ്ങളോ അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഞാൻ കണ്ടുവരുന്നത്. ക്ലാസ് ഫസ്റ്റ് ആണ്, പക്ഷെ പരീക്ഷാ സമയത്ത് അവൾ ആ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പേരൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ടെൻഷൻ, പരീക്ഷാ സമയത്ത് ഉണ്ടാകുന്ന ടെൻഷൻ, അതോടൊപ്പം തന്നെ അവരുടെ ദേഷ്യം, അവർക്ക് ഇതൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസാണ്. കുട്ടികളെ സജീവമായിട്ട് കളിക്കളത്തിലേക്കും കളികളിലേക്കും ഒക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ പല ശീലങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, യോഗ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. ഇന്ന് എന്നോട് സംസാരിക്കുന്നത് നമ്മുടെ വിഷ്ണു സാറാണ്. CBSE സ്കൂളുകളിൽ സാറ് യോഗ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം സാറിനോട് ചോദിച്ച് നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം സാർ, ഇന്നത്തെ നമ്മുടെ കുട്ടികൾ, സാറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്? സാറിൻ്റെ പരിഗണനയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണ് കുഞ്ഞുങ്ങളെ? കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ, ആങ്സൈറ്റി, അതായത് എക്സാമിനോടുള്ള ടെൻഷനോ കാര്യങ്ങളോ അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഞാൻ കണ്ടുവരുന്നത്. പിന്നെ അല്ലാണ്ട് വേറെ ഈ കുട്ടികൾ വീട്ടിൽ നിന്നുള്ള പ്രഷർ, പഠിക്കുക എന്നുള്ള പ്രഷർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ കുട്ടികളിൽ കുറേ കണ്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ടെൻഷനാണ്. അതായത് കഴിഞ്ഞൊരു ദിവസമേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മകള് ക്ലാസ് ഫസ്റ്റ് ആണ്, പക്ഷെ പരീക്ഷാ സമയത്ത് അവൾ ആ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് അവളുടെ ടെൻഷൻ കാണുമ്പോൾ അച്ഛനും അമ്മയും പറയും, മോളെ നീ ഇത്രയും പഠിച്ചാൽ മതി. പക്ഷേ ക്ലാസ് ഫസ്റ്റ് ആയ ഒരാൾ, ഞാൻ ശരിക്കും വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല, പരീക്ഷയാവുമ്പോഴുള്ള ടെൻഷന്. ഇതിനെയൊക്കെ യോഗയിൽ എന്താണ് അവർക്ക് നമുക്കൊരു റെമഡി ആയിട്ട് പറയാനുള്ളത്? യോഗയിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ യോഗ ചെയ്യുന്ന ടൈമിൽ ഇവർക്ക് ഡൈജഷൻ കറക്റ്റ് ആവും. അല്ല, അതുപോലെ തന്നെ നമ്മുടെ വയറും ബ്രെയിനും നല്ല കണക്ഷനാണ്. ആ ടൈമിൽ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കും. ഇത് രാവിലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ വെളിയിൽ നിന്ന് ആരോടും പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല. പിള്ളേർ അത് ഓൾറെഡി ഡിസിപ്ലിൻ ആയിക്കോളും ഈ യോഗ ചെയ്യുന്നതിലൂടെ. സാർ പറഞ്ഞു വരുന്നത് ഡൈജഷൻ കാരണമാണ് മിക്ക പ്രോബ്ലംസും ഉണ്ടാകുന്നത് കൂടുതൽ. അതായത് ആദ്യം എക്സാമിന്റെ ടെൻഷൻ വരും, എന്നിട്ട് ഡൈജഷന്റെ വിഷയം വരും. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഈ ഡൈജഷനിൽ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് യോഗ സഹായിക്കും. കൂടുതൽ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഡൈജഷൻ പ്രോപ്പർ ആകും. അപ്പോൾ വയറും ഒക്കെ ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ കുട്ടികൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന യോഗാസനങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യം സൂര്യ നമസ്കാരം നമുക്ക് ഒരു 6 റൗണ്ട് അല്ലെങ്കിൽ ഒരു 12 റൗണ്ട്സ് നമുക്ക് ഡെയിലി രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് നമുക്ക് നന്നായിട്ട് പിള്ളേരുടെ ഡൈജഷൻ, ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. പിന്നെ അല്ലാണ്ട് ആസനാസം എന്ന് പറയുമ്പം താടാസന, വൃക്ഷാസന, അത് നിന്നുകൊണ്ടുള്ള കുറച്ച് ആസനാസന, ത്രികോണാസന, അതുപോലത്തെ ഉള്ള ആസനാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ അല്ലാണ്ട് ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടി മറ്റേ അർദ്ധ മത്സ്യന്ദ്രാസന, പവന മുക്താസന, അതുപോലത്തെ ഉള്ള ആസനാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷനും ഇതുപോലെ തന്നെയല്ലേ? മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ബ്രെയിൻ, അതായത് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അതായത് പിള്ളേർ എപ്പോഴും രാവിലെ വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വീട്ടിൽ, അല്ലെ? അതൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് പിള്ളേര് ഒരു പോസിറ്റീവ് എനർജി, അതുപോലെ തന്നെ നല്ല ഭാഷയിൽ സംസാരിക്കാനും ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ മെഡിറ്റേഷൻ നന്നായിട്ട് സഹായിക്കും. പിന്നെ മെഡിറ്റേഷനിലാണെങ്കിൽ നമുക്ക് കൂടുതൽ റിലാക്സിയേഷൻ, അതായത് ബോഡി നന്നായിട്ട് റിലാക്സ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കും. അതായത് മെഡിറ്റേഷൻ, എല്ലാവരും പറഞ്ഞ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ റിലാക്സേഷൻ, കോൺസെൻട്രേഷൻ അല്ല. മെഡിറ്റേഷന്റെ റിസൾട്ട് ആണ് കോൺസെൻട്രേഷൻ. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം? ഇപ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റുപാടുമുള്ള സൗണ്ട്സിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബോഡി പാർട്സ് ഫുൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് കുറച്ചു നേരം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് ബോഡിയിൽ, അതായത് ചിന്തകളൊക്കെ വന്നോളും, ചിന്തകളെ ഒന്നും തടയേണ്ടതില്ല. എല്ലാവരും പറയും മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈമിൽ ചിന്ത വരുന്നു. അങ്ങനൊന്നുമില്ല. ചിന്ത വന്നോട്ടെ, ആ ടൈമിൽ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കുക, ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് അവിടെ ഇരിക്കുക. കൈകൾ മലർത്തി കണ്ണുകൾ അടച്ചിരിക്കുക, ബ്രീത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. അത് അത്ര മാത്രം ചെയ്താൽ മതി. ഇതിന്റെ റിസൾട്ട് ആണ് കോൺസെൻട്രേഷൻ. അപ്പം ഒരു ഏകദേശം എത്ര നാളും കൊണ്ട് ഇപ്പം ഈ ഒരു യോഗ പഠിച്ചുകൊണ്ട് ഒരു ചെറിയ കുട്ടിക്ക് യോഗ പഠിച്ചിട്ട് അവരെ ഒരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും? ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫിൽ കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ
ഒരു 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ആ. ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അവരെ ഒരു റൊട്ടീനിലേക്ക് റൊട്ടീനിലോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പറ്റും. സാധിക്കും. അപ്പോൾ യോഗ പഠിക്കുന്നത് ഇപ്പം മറ്റു പല സ്പോർട്സ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഈ സ്പോർട്സ് ഐറ്റംസിൽ നിന്ന് എന്തുകൊണ്ടാണ് യോഗ കുട്ടികളെ പരിശീലിപ്പിക്കണം നിർബന്ധമായും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് യോഗ കൂടുതലും നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ ആക്റ്റീവ് ആക്കും. നമ്മുടെ അകത്തെ ഇന്റേണൽ ഓർഗൻസിനെ ഫുൾ ആയിട്ട് ആക്റ്റീവ് ആക്കുന്നത് യോഗ മാത്രം ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ എല്ലാ അകത്തുള്ള എല്ലാ പാർട്സും, അത് ബ്രെയിൻ, ഹാർട്ട്, പിന്നെ കുടല്, പിന്നെ വൃക്ക, അതുപോലത്തെ എല്ലാ കാര്യങ്ങളും, പിന്നെ ഡൈജഷൻ. ഇപ്പൊ എല്ലാവർക്കും ഡൈജഷൻ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാണ്. ആ ടൈമിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യണം ഭയങ്കരമായിട്ട് എഫക്റ്റീവ്. അപ്പം നേരത്തെ സമയങ്ങളിലൊന്നും യോഗ പരിശീലിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് ഒരു ആദ്യമായിട്ട് യോഗ പഠിക്കാനായിട്ട് അങ്ങനെ ഇന്ന പ്രായപരിധി എന്തെങ്കിലും ഉണ്ടോ? പ്രായപരിധി ഒന്നുമില്ല. പിന്നെ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ നമുക്ക്, അതായത് ഹെവി ആയിട്ടുള്ള ആസനാസ് ചെയ്യാൻ പറ്റുന്നത്, സിമ്പിൾ ആയിട്ടുള്ള ആസനാസ്, പ്രാണായാംസ് അതൊക്കെ ചെയ്യാൻ പറ്റും. ഈ അസുഖങ്ങളൊക്കെ ഉള്ള, അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ അസുഖങ്ങളുള്ള ആൾക്കാരും നമ്മൾ ചെറിയ ചെറിയ ആസനാസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇപ്പൊ ഹാൻഡ് സ്റ്റാൻഡ് പോലത്തെ ആസനാസ് ഇല്ലേ, ഇപ്പം മയൂരാസന, പത്മബകാസന, അതുപോലത്തെ ഹാൻഡ് സ്റ്റാൻഡ്, ഹാൻഡ് പവർ ഉപയോഗിച്ചിട്ടുള്ള സാധനം, ഹെവി ആയിട്ടുള്ള ആസനാസ് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. സിമ്പിൾ ആയിട്ടുള്ള ആസനാസ് ഉണ്ട്, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രഷ് ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ, അതായത് ഒരു അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബോഡി ആണെങ്കിൽ നമുക്ക് എല്ലാ ആസനാസും ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് താങ്കൾ ചെയ്യാറുള്ളത്? നമ്മൾ സംസാരിക്കുന്ന രീതി അത് കുട്ടികളെ ഭയങ്കരമായിട്ട് ആകർഷിക്കും. പിന്നെ അവരത് അവയർനെസ് ആണോ അവിടെ കൊടുക്കുന്നത്? അല്ല, ആദ്യം നമ്മൾ മെഡിറ്റേഷൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ പിള്ളേർ ഇതിലോട്ട് അട്രാക്റ്റീവ് ആവും. മെഡിറ്റേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഹാപ്പി ആയിട്ടൊരു മൂഡ് കിട്ടും. അങ്ങനെയാണ് കൂടുതലും കുട്ടികൾ വരാറുള്ളത്. മെഡിറ്റേഷനിലാണ് ചെയ്യാറുള്ളത്. ഒരു മെഡിറ്റേഷൻ കാണിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ മെഡിറ്റേഷൻ ഒരു പ്രാണായാംസ് കാണിച്ചാൽ പോരെ. ഒരു പ്രാണായാമം എന്ന് പറയുമ്പം നാഡി ശുദ്ധി പ്രാണായാമ. അത് നമ്മൾ ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കണം, വലത് കൈ നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും നെറ്റിയുടെ സെൻറ്ററിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂക്ക് അടക്കാനും തുറക്കാനും മോതിരവിരലും തള്ളവിരലും, എന്നിട്ട് നട്ടല് നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഇടത് മൂക്കൂടെ കണ്ണുകൾ അടച്ചു വെക്കുക, ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് കളയുക. എന്നിട്ട് വലത് മൂക്കിയുടെ ശ്വാസം അകത്തേക്ക്, എന്നിട്ട് മൂക്ക് അടച്ചു വെക്കുന്നു, അപ്പുറത്തെ മൂക്കൂടെ ശ്വാസം പുറത്തേക്ക്. വീണ്ടും വലത് മൂക്കിയുടെ ശ്വാസം അകത്തേക്ക്, വലത് മൂക്ക് തള്ളവിരൽ കൊണ്ട് അടച്ചു വെക്കുന്നു, ഇടത് മൂക്കിയുടെ ശ്വാസം വെളിയിലേക്ക്. ഇതൊരു 9 റൗണ്ട്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിറ്റേഷൻ ലെവൽ, അതായത് മെഡിറ്റേഷൻ്റെ ഒരു മൂഡ് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. എല്ലാ കുട്ടികളും അല്ലേ, നമ്മുടെ CC+ ചാനലിലൂടെ കാണുന്ന എല്ലാ കുട്ടികളും പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യോഗ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. കുട്ടികളെയും ഇതിലേക്ക് എത്തിക്കുക. നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ, ദേഷ്യം, ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ യോഗയ്ക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, പേരൻസിന് വേണ്ടിയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ യോഗയെ ഒരു കരിയർ ആക്കാനും സാധിക്കും. അപ്പോൾ യോഗ കരിയർ ആക്കാൻ വേണ്ടി CCയുടെ തന്നെ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ തന്നെ ഞങ്ങൾക്കുണ്ട്. ആ ഇഗ്നൈറ്റിലൂടെ യോഗ TTC പോലുള്ള കോഴ്സുകൾ പഠിക്കാനും ഓരോ പേരൻസിനും സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയുമായിട്ടുള്ള സജഷൻസ് താഴെ എല്ലാവരും എഴുതുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.